Hallo, guten Morgen. Hallo, guten Morgen. Am I audible? Shiba, Akshay? Yes, guten Morgen, ma'am. Okay. Audible. Okay. Tanga, so, sorry. നമ്മൾ കേസസ് ആയിരുന്നു അല്ലെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ? Is it? Yes. Just a second. Let me share the screen. Okay, guys. So, first ആയിട്ട് ഞാൻ നോമിനാറ്റീവ്, അക്യൂസാറ്റീവ്, ഡാറ്റീവ് ഇത് മൂന്നും ജസ്റ്റ് ഒന്ന് പറയാം. എന്നിട്ട് ഒരു 6 to 8 സെന്റൻസസ് നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് തന്നെ ചെയ്യാം കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ ചെയ്യാം. സോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എവിടെയാണ് സ്റ്റക്ക് ആവുന്നത്, ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റിൽ നമുക്ക് കേസസ് കംപ്ലീറ്റ്ലി ഒന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. സോ നോമിനാറ്റീവ് ഫസ്റ്റ്. നോമിനാറ്റീവ് ഒരു സെന്റൻസില് നോമിനാറ്റീവ് എന്താ നിങ്ങൾക്ക് അറിയുന്നത് വെച്ച് നോമിനാറ്റീവ് എന്താ? Subject. യെസ്, വെരി ഗുഡ്. സബ്ജക്റ്റ് ആണ്. ആ ഒരു സെന്റൻസിൽ വരുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡൂവർ ഓഫ് ആക്ഷൻ ആണ് നമ്മുടെ നോമിനാറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് അക്യൂസാറ്റീവ് ആൻഡ് ഡാറ്റീവ് ആണ്. ഈ ഒരു അക്യൂസാറ്റീവും ഡാറ്റീവും എന്താണ്? ഒബ്ജക്ട്സ് ആണ്. പക്ഷെ അക്യൂസാറ്റീവ് എന്ന് പറയുന്നത് ഡിറക്റ്റ് ഒബ്ജക്റ്റും ഡാറ്റീവ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഐ ബോട്ട് എ കാർ. ഐ ബോട്ട് എ കാർ. അതുപോലെ ഐ ആം ഈറ്റിംഗ് ചോക്ലേറ്റ്സ്. ഐ ആം ഈറ്റിംഗ് ചോക്ലേറ്റ്സ്. ഇതിലെല്ലാം നോമിനാറ്റീവ് ഏതാ? ഐ ബോട്ട് എ കാർ നോമിനാറ്റീവ് ഏതാ? Yes, I am. And what about I'm eating chocolates? Object. Yes, I ആണ് നമ്മുടെ subject. And what about the object here? I bought a car. I'm eating chocolates. ഇതിലെല്ലാം objects ഏതാ? A car, chocolate. A car and chocolate. Yes, very good. A car, chocolates. So നമുക്കൊരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നോമിനാറ്റീവും അറിയാം, അതുപോലെ അക്യൂസാറ്റീവ് ഓർ ഡാറ്റീവ്, ബിക്കോസ് രണ്ടും ഒബ്ജക്ട്സ് ആണ്. സോ ഒബ്ജക്റ്റും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അറിയാം. ഇതിലൊരു സെന്റൻസിൽ നോമിനാറ്റീവിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരുന്നുണ്ടാവില്ല, ബിക്കോസ് സബ്ജക്ട്സ് ആണല്ലോ. അതുപോലെ ഈ ഒരു സബ്ജക്ട്സ് നോമിനാറ്റീവ് ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഡാറ്റീവും അക്യൂസാറ്റീവും ഒബ്ജക്ട്സ് ആണ്. ഇത് എന്തിന്റെ ബേസിലാണ് നിങ്ങൾ മനസ്സിലാക്കുക? ഇതിപ്പോ ഡാറ്റീവ് ഒബ്ജക്റ്റ് ആണോ അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് ആണോ എന്നുള്ളത് എന്തിന്റെ ബേസിൽ നിന്ന് മനസ്സിലാക്കും നിങ്ങൾ? Verb and prepositions. Yes, very good, very good. Verb and preposition. വെർബിന്റെയും പ്രപ്പോസിഷന്റെയും ബേസിലാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുക? ഇത് മനസ്സിലാക്കുക. So here we can find accusative in a sentence by looking the verbs and prepositions. Not only accusative, we can find accusative and dative in a sentence by looking the verbs and prepositions. So first ആയിട്ട് നമ്മൾ accusative prepositions ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് നമുക്ക് അറിയുന്ന accusative prepositions ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Für, for, bis, till, durch, through, around, on, without, gegen, against, entlang, alongside, über, about. So ഇത്രയും prepositions accusative prepositions ആണ്. accusative എന്നുള്ളതിന്റെ അണ്ടറിൽ വരുന്ന prepositions ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ പറഞ്ഞു
വേർബ്സ് വെച്ചും നമ്മൾ പ്രപ്പോസിഷനും വേർബ്സും വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. സോ ഇത്രയും വേർബ്സ് വന്നിട്ട് എന്താണ്? അക്യുസാറ്റീവ് വേർബ്സ് ആണ്. അക്യുസാറ്റീവിന്റെ അണ്ടറിൽ വരുന്ന വേർബ്സ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഡാറ്റീവില് ഡാറ്റീവ് വേർബ്സും ഉണ്ട്, ഡാറ്റീവ് പ്രപ്പോസിഷൻസും ഉണ്ട് അല്ലെ? അപ്പോ ഡാറ്റീവ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത്രയും വരുന്നത് ഡാറ്റീവ് പ്രപ്പോസിഷൻസ് ആണ്. mit, with, phone, offer, by, sight, since, so, to, nach, to or after, aus, from, by, at, gegenüber on the opposite side of, außer, except, and for, before, up, onwards. So ഇത്രയും എന്താണ്? ഡാറ്റീവ് പ്രപ്പോസിഷൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡാറ്റീവ് വേർബ്സും വരുന്നുണ്ട്. ഗൈസ്, ഡാറ്റീവ് വേർബ്സ് നിങ്ങളുടെ കയ്യിൽ PDF ഉണ്ടല്ലോ അല്ലെ? നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ റീഷെയർ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും നോട്ട് ഇതുപോലെ മിസ് ആയിട്ടുണ്ടെങ്കിൽ കോഴ്സിന് മുൻപേ പറയാ കേട്ടോ. ഇപ്പോ ഫോണില് എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ മിസ്സായി പോയി എന്നുണ്ടെങ്കിൽ പറയാ, ഞാൻ ഷെയർ ചെയ്യും. സോ ഡാറ്റീവ് വേർബ്സ് ഷെയർ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. ആൻഡ് ഡാറ്റീവ് പ്രപ്പോസിഷൻസ് ആർ ഇൻ ദ സ്ക്രീൻ ഹിയർ. സോ ഈ ഒരു ഡാറ്റീവ് പ്രപ്പോസിഷൻസും ഡാറ്റീവ് വേർബ്സും ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട്. അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസും അക്യുസാറ്റീവ് വേർബ്സും നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പേഴ്സണൽ പ്രൊനോമൻസ് ആണ്. അതായത് പേഴ്സണൽ പ്രൊനോമൻസ്. പേഴ്സണൽ പ്രൊനോമൻസ് എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ ഡാറ്റീവിലും അക്യുസാറ്റീവിലും ഇത് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് എ സെക്കൻഡ്, ലെറ്റ് മീ ഷെയർ ദി സ്ക്രീൻ. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഐ തിങ്ക് പേഴ്സണൽ പ്രൊനോമനിലായിരിക്കും. സോ ഇത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഇതിനുള്ള ഓപ്ഷൻ വന്നിട്ട്. അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക പേഴ്സണൽ പ്രൊനോമൻസ്. ഓക്കെ, സോ നമ്മളിപ്പോ അക്യുസാറ്റീവിലും ഡാറ്റീവിലും ഉള്ള വേർബ്സ് പറഞ്ഞു, പ്രപ്പോസിഷൻസ് പറഞ്ഞു. ഇനി നമുക്ക് അക്യുസാറ്റീവിലും ഡാറ്റീവിലും മാറി വരുന്ന പേഴ്സണൽ പ്രൊനോമൻസ്, ദാറ്റ് ഇസ് മീ, യു, ഹിം, ഹെർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അക്യുസാറ്റീവിലും. അപ്പം ഒരു സെന്റൻസിൽ അക്യുസാറ്റീവ് ഒബ്ജക്റ്റ് ആണ് മീ എന്നുണ്ടെങ്കിൽ അവിടെ മിഷ് ആയിരിക്കും കൊടുക്കുക. ബട്ട് സെയിം ടൈം ഡാറ്റീവ് ഒബ്ജക്റ്റ് ആണ് മീ എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ്? മിർ ആണ് കൊടുക്കുക. സോ ഈ ഒരു മിഷ് മിർ, ഈ ഒരു ഡിഫറൻസ്. ഇതുപോലെ ഹിം, ഈൻ, ഈം, അതുപോലെ തന്നെ നമ്മുടെ ഹർ, സി, ഇയർ, ദെൻ ഫോർ ദം, സി, ഈനൻ, ഇങ്ങനെ ഇവിടെ ചേഞ്ച് വരാം. ഓക്കെ, സോ ഇത് നമ്മുടെ കേസസിന്റെ ബേസിലാണ് നമുക്ക് ഈ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. സോ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പേഴ്സണൽ പ്രൊനോമൻ ഉണ്ട്, ഡാറ്റീവ് അക്യുസാറ്റീവ് വേർബ്സ് ഉണ്ട്, ഡാറ്റീവ് അക്യുസാറ്റീവ് പ്രിപ്പോസിഷൻസ് ഉണ്ട്. സോ ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ട് എന്നല്ല, ഇത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ഇത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം ഇത്രയും കാര്യം. ഇനി നമുക്ക് ഇതിലെല്ലാം വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇപ്പോ നോർമലി നമ്മൾ സെന്റൻസിലുള്ളപ്പോ ഐ എം കമ്മിങ് വിത്തൗട്ട് മനു, ഐ എം കമ്മിങ് വിത്തൗട്ട് മനു ഇഷ് കോമ ഓന മനു. ഇതെന്തായിരിക്കും? മനു. ഓന എന്നുള്ളത് ഏത് കൈൻഡ് ഓഫ് പ്രപ്പോസിഷൻ ആണ്? അതായിരിക്കും നമ്മുടെ മനു എന്നുള്ളത്. ഏത് പ്രപ്പോസിഷനാ ഓന? യെസ്, അക്യുസാറ്റീവ് ആണ്. സോ നമുക്ക് ഈസി ആയിട്ട് അത് പറയാം. ബിക്കോസ് ഇവിടെ ആർട്ടിക്കിൾ ഒന്നും ഇല്ല ചേഞ്ച് കൊടുക്കാനൊന്നും. അതുപോലെ തന്നെ ഐ എം ഗോയിങ് ത്രൂ ദ ഫോറസ്റ്റ്, ഐ എം ഗോയിങ് ത്രൂ ദ ഫോറസ്റ്റ്. സോ ഇവിടെ നമ്മുടെ ഡിർഷ് ഏത് പ്രപ്പോസിഷൻ ആണ്? യെസ്, ഇതും അക്യുസാറ്റീവ് ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് വരുന്നില്ല? ആർട്ടിക്കിൾ ചേഞ്ചസിനൊന്നും ആർട്ടിക്കിൾ ഇല്ല ഇവിടെ. സോ നമുക്ക് ആർട്ടിക്കിൾ ചേഞ്ച് ഒന്നും ഇവിടെ കൊടുക്കണ്ട. ഈസി ആയിട്ട് പ്രപ്പോസിഷനെ വെച്ച് നോക്കിയാൽ മതി. ആൻഡ് ഇൻ ഡാറ്റീവ് ഓൾസോ ഹിയർ I'm going with friends. I'm going with friends. Ich gehe mit Freunden. ഇവിടെ mit എന്നുള്ളത് ഏത് പ്രപ്പോസിഷനാ? ഡാറ്റീവ് പ്രപ്പോസിഷനാ. സോ നമുക്ക് എന്ത് മനസ്സിലായി? ഫ്രണ്ട്സ് എന്തായിരിക്കും? ഏത് ഒബ്ജക്റ്റ് ആയിരിക്കും? ഡാറ്റീവ്. ഓക്കെ, വെരി ഗുഡ്. ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ളത്. ഇനി ഐ എം കമ്മിങ് ഫ്രം ഇന്ത്യ, ഐ എം കമ്മിങ് ഫ്രം ഇന്ത്യ. സോ ഇതിൽ വന്നിട്ട് നമ്മുടെ ഹൗസ്, ഹൗസ് ഏത് പ്രപ്പോസിഷനാ? ഡാറ്റീവ് ആണ്. സോ ഇന്ത്യ എന്നുള്ളതും ഡാറ്റീവ് ആയിരിക്കും. ഇത് നമുക്ക് മനസ്സിലായി.
സോ പ്രപ്പോസിഷൻ വേർബ്സ് വെച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ചേഞ്ചും കൊടുക്കണ്ട, എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എന്താണോ വരുന്നത് അത് കൊടുത്താൽ മതി. പേഴ്സണൽ പ്രൊനൗമൻസും ഇവിടെ വരുന്നില്ല, ആർട്ടിക്കിളും വരുന്നില്ല. ഇത് രണ്ടും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് പ്രപ്പോസിഷൻ വെച്ച് അല്ലെങ്കിൽ വേർബ് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ പറയുന്ന ആർട്ടിക്കിൾ ചേഞ്ച് ആണ്. ഇപ്പൊ നമ്മൾ പ്രപ്പോസിഷൻ വേർബ്സ്, പ്രപ്പോസിഷൻ അല്ല വേർബ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? പ്രപ്പോസിഷൻ ഓർ വേർബ്സ് പേഴ്സണൽ പ്രൊനോമനോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസോ അല്ലാണ്ട് ഈ വേർബ്സും പ്രപ്പോസിഷനും കണ്ടു കഴിഞ്ഞാൽ അത് പഠിച്ച് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഏതാണ് കേസ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അല്ലെ? ഐ തിങ്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഈ ഒരു ആർട്ടിക്കിൾ ചേഞ്ച് അതുപോലെ പേഴ്സണൽ പ്രൊനോമനിലായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ആയിട്ട് അക്യൂസാറ്റീവിൽ വരുന്ന ആർട്ടിക്കിൾ ചേഞ്ച് നോക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അക്യൂസാറ്റീവിൽ ഈ ഒരു ഒറ്റ ആർട്ടിക്കിൾ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. അതായത് അക്യൂസാറ്റീവ് the masculine article changes from ein to einen and der to den. ein എന്നുള്ളത് ഐനനായി മാറുന്നു, der എന്നുള്ളത് den ആയി മാറുന്നു. ഈ ഒരു ആർട്ടിക്കിൾ ചേഞ്ച് നമുക്ക് അക്യൂസാറ്റീവിൽ വരുന്നുള്ളൂ. ഇപ്പം zum Beispiel for example I'm eating an apple. I'm eating an apple. ഇവിടെ ആപ്പിളിന്റെ ആക്ച്വൽ ജെൻഡർ എന്താ? ഡെർ ആണ്. നമ്മൾ ഐനാണ് കൊടുക്കുക. എ ഓർ ആന് വരുന്ന ടൈമിൽ നമ്മൾ പഠിച്ചത് വെച്ച്, മുൻപ് പഠിച്ചത് വെച്ച് നമ്മൾ ഐനാണ് കൊടുക്കുക. പക്ഷെ ഇവിടെ നമ്മൾ അക്യൂസാറ്റീവ് മെസ്കുലിൻ എന്നുള്ളത് ആർട്ടിക്കിൾ ചേഞ്ചസ് ഫ്രം ഐൻ ടു ഐനൻ ആൻഡ് ഡെർ ടു ഡെൻ എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ നമുക്കറിയാം എസ് എൻ ഏത് വേർബാ? Very good. Very good. SN is accusative verb. So, einen Apfel, sorry, a apple or an apple എന്നുള്ളത് ഏത് ഒബ്ജക്റ്റ് ആയിട്ട് മാറും? Yes, einen Apfel or accusative ഒബ്ജക്റ്റ് ആയിട്ട് മാറും. സോ accusative ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്ന ടൈമിൽ നമുക്ക് മനസ്സിലായി ഇത് accusative ആണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാം ഇത് ഡെർ അപ്ഫൽ ആണ്, അത് മെസ്കുലിൻ ആണ് എന്നുള്ളതും അറിയാം. ആൻഡ് accusative മെസ്കുലിൻ വന്നു കഴിഞ്ഞാൽ ഐനൻ ആവും, ഡെർ ഡെൻ ആവും. So here the sentence is ich esse einen Apfel. Ich esse einen Apfel എന്നാണ് ഇവിടെ നമ്മുടെ സെന്റൻസ് വരുന്നത്. ഓക്കെ ഓക്കെ സോ ഈ ഒരു ആർട്ടിക്കിൾ ചേഞ്ച് ഇപ്പോ ഐ ലവ് ദ സമ്മർ ഇതെങ്ങനെയാ നമ്മൾ പഠിച്ചത്? ich liebe Der Sommer. der Sommer എന്നുള്ളത് എങ്ങനെയാ ചേഞ്ച് ആവുക? den ആവും, den Sommer ആവും. ഇപ്പം ഇവിടെ എന്താണ് നമുക്ക് ആർട്ടിക്കിൾ ചേഞ്ചസ്, ഈ ഒരു ആർട്ടിക്കിൾ ചേഞ്ച് ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. അത് നമ്മൾ വേർബ് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ, നമുക്ക് ഇവിടെ പേഴ്സണൽ പ്രൊനോമൻസ് ഒന്നും വരുന്നില്ല. ആൻഡ് വൺ മോർ തിങ്, ആക്യൂസാറ്റീവില് ഈ ഒരു ആർട്ടിക്കിൾ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ, ഐൻ ടു ഐനൻ ആൻഡ് ഡെർ ടു ഡെൻ. ഇനി നമ്മൾ ഡാറ്റീവിലോട്ട് പോകുന്ന ടൈമിൽ ഡാറ്റീവില് നമുക്ക് ജെൻഡേഴ്സിനെല്ലാം ഈ ഒരു ആർട്ടിക്കിൾ ചേഞ്ച് വരുന്നുണ്ട്. സോ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്. ഓക്കെ, ആദ്യം നിങ്ങൾ ഈ ഒരു ടേബിൾ പഠിക്കണം. മെസ്കുലിൻ ഡെർ എന്നുള്ളത് ഡെം ആവും, ഫെമിനിൻ ഡി എന്നുള്ളത് ഡെർ ആയിട്ട് മാറും ഡാറ്റീവില്. ആൻഡ് ഫോർ നൈട്രം ഡെസ് എന്നുള്ളത് ഡെം ആയിട്ട് മാറും, പ്ലൂരൽ ഡി എന്നുള്ളത് ഡെൻ പ്ലസ് എൻ ആയിട്ട് മാറും. മെസ്കുലിനിലും അതുപോലെ തന്നെ ഐനം, ഐനർ, ഐനം. സോ ഈ ഒരു സാധനം നിങ്ങൾ ഫസ്റ്റിൽ പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതാണ് പഠിക്കേണ്ടത്. ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലെ കണ്ടിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഇത് ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് ടേബിൾ വൈസ് പഠിക്കുന്നതാണോ ഇതുപോലെ പഠിക്കുന്നതാണോ സിമ്പിൾ? ടേബിൾ ആയിട്ട് പഠിക്കുന്ന. ഓക്കെ, then I will share the table. ഞാൻ സൈൻ, മൈൻ, ഡൈൻ ഇത് എല്ലാം വരുന്ന ടേബിൾ ഷെയർ ചെയ്യാം കേട്ടോ. വെയിറ്റ്. Just a second.
ഗൈസ് ഗ്രൂപ്പ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. Yes, ma'am. ഓക്കെ, സോ ഇതായിരിക്കും നിങ്ങൾ അക്കോർഡിംഗ് ടു ഇത് മേ ബി ചിലർക്ക് ഇതായിരിക്കും പഠിക്കാൻ കംഫർട്ടബിൾ, ചിലർക്ക് ആ ഒരു ടേബിൾ ഞാൻ തൊട്ട് മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു ടേബിൾ ആയിരിക്കും കംഫർട്ടബിൾ. സോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് വെച്ച് പഠിക്കുക കേട്ടോ. ഇത് ഒരുപാട് കാണുന്ന ടൈമിൽ ഇതെല്ലാം പഠിക്കണമല്ലോ എന്നുള്ള ആ ഒരു തോട്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സിമ്പിൾ ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഐ തിങ്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി വരുന്നത് ഈ ഒരു ടേബിൾ നോക്കിയിട്ടാവും മേ ബി. സോ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. സോ ഇതിൽ വന്നിട്ട് യാ നമ്മുടെ ദ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡിൽ നമ്മുടെ എ ഓർ ആന്, ദീസ്, കൈന്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പോ ഇതിലില്ലാത്ത ജെൻഡേഴ്സ് ആർട്ടിക്കിൾസ് ഉണ്ടാവില്ല. നമുക്ക് എല്ലാത്തിന്റെ ഒരുമിച്ചുള്ള ചാർട്ടാണ്. സോ ഇത് കീപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ പറ്റുമെങ്കിൽ കോപ്പി എടുക്കുക. നിങ്ങൾക്ക് E2-ലൊക്കെ നമ്മുടെ E2-ൽ വരുന്ന ഒരു നോട്ട്സ് ആണിത്. സോ E2-ൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. യെസ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഏതാണോ ഏത് നോട്ട്സ് ആണോ കംഫർട്ടബിൾ അത് വെച്ച് നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് പേഴ്സണൽ പ്രൊനൗൺസ്, ബിഫോർ ദാറ്റ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ ഗൈസ്, സോ ഇത്രയാണ് ഇവിടെയാണ് നമ്മുടെ ആർട്ടിക്കിൾ ചേഞ്ച്. നമ്മുടെ ഡാറ്റീവിലുള്ള ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റീവില് ഏതൊരു ജെൻഡറിനും എന്തുണ്ട്, എല്ലാ ജെൻഡേഴ്സിനും എന്താണ് ആ ഒരു ആർട്ടിക്കിൾ ചേഞ്ച് ഇവിടെ നടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോ ഇപ്പൊ നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നത് വേർബ്സിന്റെ പ്രപ്പോസിഷന്റെ കൂടെ ആർട്ടിക്കിൾ ഇല്ലാണ്ട് വരുന്നത് ഒബ്ജക്ട്സ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു. ഇനി നമ്മൾ ആർട്ടിക്കിൾ വന്നിട്ടുള്ള ഒബ്ജക്ട്സ് ആണ് ഇവിടെ ഡാറ്റീവിൽ ചെയ്യുന്നത്. സോ ഇവിടെ നോക്കിയേ, ഐ എം ഗോയിങ് വിത്ത് ദ ഗേൾ, ഐ എം ഗോയിങ് വിത്ത് ദ ഗേൾ. ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ, ഇങ്ങനെ ഒരു സെന്റൻസ് നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റിൽ നിങ്ങൾ എന്താ ചെയ്യാം? വെർബ് നോക്കും, പ്രപ്പോസിഷൻ നോക്കും. ഓക്കെ, ഫസ്റ്റിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, പ്രപ്പോസിഷൻ നോക്കുക. പ്രപ്പോസിഷൻ ഈ ഒരു വേർബില് ഇപ്പൊ വേർബ് കണ്ടുപിടിക്കാൻ, വേർബ് നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, രണ്ടും ഒരുമിച്ച് കൺസിഡർ ചെയ്യുക. വേർബ് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആദ്യം പ്രപ്പോസിഷൻ നോക്കുക കേട്ടോ. ഫസ്റ്റിൽ ആ ഒരു പ്രപ്പോസിഷൻ, ഇപ്പൊ ഐ എം ഗോയിങ് വിത്ത് ദ ഗേൾ, ഇതിൽ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട വിത്ത് ആണ്. വിത്ത് ഏത് പ്രപ്പോസിഷനാണ്? ഡാറ്റീവ് ആണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് എന്താ, ജെൻഡർ ആണ്. അതിൽ വന്നിട്ടുള്ള നൗണിന്റെ ജെൻഡർ, ദ ഗേൾ. ഫോർ ഗേൾ ഇറ്റ്സ് ഡസ് മേഡ്സൺ, മേഡ്സൺ നോയിട്ര ആണ്. ഓക്കെ, നോയിട്ര ആണ് ഇതിന്റെ ജെൻഡർ എന്ന് നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങൾ എന്താ നോക്കണ്ടേ, ഡാറ്റീവ് നോയിട്ര ആണ് നോക്കണ്ടേ. ഡാറ്റീവ് നോയിട്രം എന്താ? ഡാറ്റീവ് നോയിട്രം വരുന്നത് is it done or dumb? Still confusion? Yes. എങ്ങനെയാ നമ്മുടെ സെന്റൻസ് എങ്ങനെയാ വരുന്നുണ്ടാവാ? Mit dem Mädchen. Mit dem Mädchen. Okay. Then I'm going with a woman. I'm going with a woman. Woman എന്നാക്കി മാറ്റി നമ്മൾ അവിടെ. A woman. Yes. Womanന്റെ ജെൻഡർ എന്താ വരുന്നത്? ഫെമിനിൻ ആണ് അല്ലെ? സോ ഫെമിനിൻ നമുക്കറിയാം, ഡാറ്റീവ് ഫെമിനിൻ ഡർ ഓർ ഐനർ ആണ്. സോ ഹിയർ ich gehe mit einer Frau. Okay.
സോ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ജെൻഡർ ആർട്ടിക്കിൾ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു സാധനം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? Yes, ma'am. ഇനി നമുക്ക് പേഴ്സണൽ പ്രൊനോമൻസ് ഗൈസ് മാക്സിമം ഇത് ബൈ ഹാർട്ട് ചെയ്യാട്ടോ. നിങ്ങൾ മേ ബി ഒരു ടേബിൾ കാണുന്ന ടൈമിൽ ഇപ്പൊ ഒരുമിച്ചുള്ള ഒരു ടേബിൾ ആണ്, ഈ ടേബിൾ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾക്ക് P1 നമ്മൾ കംപ്ലീറ്റ് ആവാനായി, E2 ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന ടൈമിൽ ബൈ ഹാർട്ട് ചെയ്യാത്ത ആ ഒരു ഇഷ്യൂ വരും. ബിക്കോസ് ആ ഒരു സ്പീഡിന്റെ ഡിഫറൻസ് വരും. ഇപ്പൊ ബൈ ഹാർട്ട് ചെയ്തവരും ബൈ ഹാർട്ട് ചെയ്യാത്തവരും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഒരു അവർ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും, നിങ്ങൾ കുറച്ച് സ്ലോ ആയിരിക്കും. സോ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ, കംപ്ലീറ്റ്ലി ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, സോ ഹിയർ മിഷ് മീ ആയിരിക്കും, സോറി മീ എന്നുള്ളത് അക്യുസാറ്റീവിലെ മിഷ് ആയിരിക്കും, അത് അറ്റ് ദ സെയിം ടൈം ഡാറ്റീവില് മിർ ആയിരിക്കും. യു ഡിയർ ആയിരിക്കും, ഇത് ഡിഷ് ആയി മാറും. സോ ഈ ഒരു ടേബിളിന്റെ ബേസിലാണ് നമ്മുടെ പേഴ്സണൽ പ്രൊനോമൻസ് വരുന്നത്. നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ നോ ഹിം, ഐ നോ ഹിം. ഈ ഒരു ഐ നോ ഹിം എന്നുള്ളതിൽ ഫസ്റ്റിൽ നിങ്ങൾ എന്താ കൺസിഡർ ചെയ്യാം? പ്രപ്പോസിഷൻ ഇല്ല, അപ്പൊ എന്ത് കൺസിഡർ ചെയ്യും? verb. യെസ്, വേർബ്. വേർബ് നോക്കുക. പ്രപ്പോസിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ വേർബ് നോക്കുക. വേർബ് എന്ന് പറയുന്നത് ടു നോ എന്നാണ്. ഇത് കെനൻ. കെനൻ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? അക്യുസാറ്റീവിലാ ഡാറ്റീവിലാ? Accusative. അക്യുസാറ്റീവിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അക്യുസാറ്റീവിലാണ് കെനൻ. അപ്പൊ നമ്മൾ ഐ നോ ഹിം, ഈ ഒരു നോ എന്നുള്ള ആക്ഷൻ, ഇത് റിസീവ് ചെയ്യുന്ന ഈ ഒരു ഒബ്ജക്റ്റ് ഹിം എന്നുള്ളത് ഏതാണ്? അക്യുസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ? Accusative. അക്യുസാറ്റീവ് ആണ്. സോ നമ്മൾ അക്യുസാറ്റീവിലുള്ള ഹിം ഏതാ? In. ഈനാണ്. സോ ദി സെന്റൻസ് ഇസ് ഇഷ്കെന ഈൻ, ഇഷ്കെന ഈൻ. അതുപോലെ തന്നെ ഐ ട്രസ്റ്റ് ഹിം, ഐ ട്രസ്റ്റ് ഹിം. ഇഷ് ഫെർട്രൗവെ ഈൻ. ഫെർട്രൗവൻ ഏത് കാറ്റഗറിയിൽ വരുന്ന വേർബാ? Dative. Very good. Very good. Stative. So ich vertraue ihm. Then she is thanking me. She is thanking me. Danken. Danken ഏത് കാറ്റഗറിയിൽ വരുന്ന വേർബാ? Dative. So sie dankt. Mir. Ish വരുമോ mir വരുമോ? Mir. Yes. Yes. Perfect. Sie dankt mir. Then I'm helping him. Ich helfe. Ich helfe ihm. Yes. Then I'm coming without him. ഇവിടെ നമ്മൾ എന്ത് നോക്കും? ഇവിടെ എല്ലാത്തിനും വേർബ്സ് നോക്കും. Preposition. ഇവിടെ നിങ്ങൾ വേർബ് ആണോ നോക്കുക? Preposition. യെസ്, preposition without. ഓന്, ഓന് ഏതിലാ വരുന്നത്? Accusative. അക്യുസാറ്റീവ് ആണ്. സോ നമ്മൾ ഏത് ഹിം യൂസ് ചെയ്യും? ഇഷ്കൊമ ഓന്. In. In. യെസ്, വെരി ഗുഡ്. ഇഷ്കൊമ ഓന് ഈനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് ഒരു നിയർലി 8 സെന്റൻസസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? നിങ്ങൾ ടൈം എടുത്ത് ചെയ്തോ, ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ബട്ട് ഒരുപാട് ടൈം എടുക്കണമെന്നല്ല, ടൈം എടുത്ത് ചെയ്തോ, പക്ഷെ കറക്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനൊരു 8 സെന്റൻസസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ടൈം പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേർബ്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത നൗൺസും അതിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് വേർബ്സും പ്രപ്പോസിഷൻസും പേഴ്സണൽ പ്രൊനോമൻസും അറിയാമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും കേട്ടോ. ജസ്റ്റ് എ സെക്കൻഡ്, ലെറ്റ് മീ ഷെയർ ദി സ്ക്രീൻ. ഫസ്റ്റ് നോക്കേണ്ടത് വേർബ്, അവിടെ പ്രപ്പോസിഷൻ ആണ് ഒബ്ജക്റ്റിന് മുൻപ് എന്നുണ്ടെങ്കിൽ പ്രപ്പോസിഷൻ കൺസിഡർ ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ഒന്നുകൂടെ സിമ്പിൾ ആയിരിക്കും. ഇനി ഇൻ കേസ് വേർബ് ആണെങ്കിൽ വേർബ് കൺസിഡർ ചെയ്താൽ. ഗൈസ്, ഈ ഒരു 5 ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പറയാ, അപ്പോ സെക്കൻഡ് കാണിക്കും. ഇത് സ്ക്രീന് ക്ലിയർ അല്ലേ? Yes, sir. Yes. ഇതിൽ ഇനിയും അറിയാത്തതായിട്ടുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.
Guys, ഇതില് ഫോർത്ത് സെന്റൻസിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കറക്റ്റ് വേർഡ്സ് ഞാൻ ചാറ്റിൽ കൊടുക്കാം കേട്ടോ. Fourth one, to congratulate, it's gratulieren, and promotion, it's before.
മാം ഗിഫ്റ്റ് എന്താണ്? ഇറ്റ്സ് ഗഷിങ്. ഗഷിങ്. ഓക്കെ. ഞാൻ ചാറ്റിൽ ടൈപ്പ് ചെയ്യാം. It's GESCHENK. ചാറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. And the gender is neutral. It's just gishing.
Guys, have you done? Yes, ma'am. Yes, ma'am. Okay, anyone is not done, please say so. Okay. So guys, yeah, first one, she buys the girl a gift. Okay, that is okay. Sorry, we are going to the train station. Okay, ഞാൻ പേര് വിളിക്കാം. That's it. Okay, Gia. Yes, ma'am. Yes, Gia. We are going to the train station. Wir gehen zu den Bahnhof. Wir gehen zu. Den Bahnhof. Yes, D-E-M, right? Dem Yes. Bahnhof. Okay, very good. Very good. So, wir gehen zu dem Bahnhof. Then second one, she is helping the man. Liji Matthew. Yes, ma'am. Second one. She helped them, man. Yes. They help them man. D-E-M, right? Yes, yes, ma'am. Okay, very good. Then Kavita. Kavita. Okay. Sheba. Yes, ma'am. Yes. Sie kaufte das Mädchen. Okay. Sie kaufte ein Geschenk das Mädchen. Okay, wait. So ഇതിൽ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട് അല്ലെ? She buys Yes. the girl a gift. രണ്ട് ഒബ്ജക്ട്സ് Yes. വരുന്ന ടൈമിൽ ചെറിയൊരു റൂൾ ഉണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. Okay, then please wait. You can answer for the fifth. Can you help the dog? അതൊന്ന് പറഞ്ഞേ. Kannst du der Hund helfen? Wants to. Der Hund helfen. Okay. What about others? Können Sie dem Hund helfen? Dem Okay. Hund. Dem Hund helfen. Okay. So why dem Hund? Because helfen. Because helfen is dative. Helfen. Yes. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാവും നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട്. ഇവിടെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ആക്ഷൻ റിസീവ് ചെയ്യുന്നത് ആർക്കാ? ഇപ്പൊ ആ ഒരു ആക്ഷൻ ആണല്ലോ ഹെൽഫൻ. സോ ഈ ഒരു ആക്ഷന്റെ ബേസിൽ നോക്കാം കേട്ടോ ഒബ്ജക്ട്. സോ ഹെൽഫൻ ഇസ് ഡാറ്റീവ് വെർബ്. സോ ദി കറക്റ്റ് ആൻസർ ഇസ് കൺസ് ടു ഡെം ഹുണ്ട് ഹെൽഫൻ. ഓക്കെ ഓക്കെ ഷിബ. ആൻഡ് ഇവിടെ നമ്മൾ ഹെൽഫൻ എൻഡിലാണ് യൂസ് ചെയ്യുക. ഓക്കെ. Okay. Okay. Then Srilata. Hey there. Okay. Anyone else, sister? Okay, again Gia ഒന്ന് ട്രൈ ചെയ്ത് ലാസ്റ്റ് വൺ നോക്കിയാൽ മതി കേട്ടോ. സോറി, സെക്കൻഡ് ലാസ്റ്റ്, 7th 6th രണ്ട് വേർബ്സ് ഉണ്ട്. ഇറ്റ് മേ ബി കൺഫ്യൂസിംഗ് ഫോർ യു. You know him since childhood. Yeah, that's it. She cannot eat wait Kinderheat. Yes, sie kennt ihn, right? I-H-N ആണോ യൂസ് ചെയ്തത്? Yes, I-H-N. Okay, perfect. Sie kennt ihn seit Kinderheit. Okay, then 8th one. Okay, Sheba, 8th ഒന്ന് ട്രൈ ചെയ്തു. Okay. Sie braucht mir Jetmal. Sie braucht mir Jetmal. jedes Mal. Okay, any other version? Jetmal. വേറെ ഏതെങ്കിലും വേർഷൻ കിട്ടിയവരുണ്ടോ? Which? Yes. Brauchen ഏത് വേർബാ? Dative.
അപ്പൊ നമ്മൾ എവിടെ ഏതാ Voucher. യൂസ് ചെയ്യാം? മിറർ ആണോ Mish. മിഷ് ആണോ യൂസ് ചെയ്യാം? Mish. Dative അല്ല മാം, ഇപ്പം മിറർ അല്ലേ Yes. വരത്തുള്ളൂ. അക്യൂസേറ്റീവ് ആവുമ്പോഴല്ലേ മിഷ് വരത്തുള്ളൂ. ജസ്റ്റ് സെക്കൻഡ്. ഗൈസ്, നിങ്ങളുടെ കയ്യിൽ പേഴ്സണൽ പ്രൊനോമൻ ചാർട്ട് വരുന്നുണ്ടോ? ഉണ്ട്. ഒരാള് ജസ്റ്റ് അതൊന്ന് ഗ്രൂപ്പിലോട്ട് സെൻഡ് ചെയ്ത്. Then I'll share the screen. Okay, accusative. And the verb chart of accusative also. Okay. ഇനി ടു നീഡ് എന്നുള്ള വേർബ്, ഇത് നിങ്ങൾ രണ്ട് വേർബ് ചാർട്ടിൽ നോക്കിയേ. ഡാറ്റീവിലും നോക്കിക്കോ, അക്യുസാറ്റീവിലും നോക്കിക്കോ. ബ്രൗക്കൻ ഏതിലാകുന്നത്? ബ്രൗക്കൻ Accusative. അക്യുസാറ്റീവ്. Accusative. സോ മിഷ് യൂസ് ചെയ്യോ നിങ്ങള്? മിറർ യൂസ് ചെയ്യോ നിങ്ങള്? മിഷ് യൂസ് ചെയ്യും. യെസ്, മിഷ് യൂസ് ചെയ്യും. സോ ഇപ്പോ ഐ തിങ്ക് നിങ്ങളുടെ പ്രോബ്ലം വരുന്നത് വേർബ്സ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ. ഇപ്പം ഈ ബ്രൗക്കൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ഒരു കോമൺ ആയിട്ട് വരുന്ന അക്യുസാറ്റീവ് വേർബ് ആണ് ബ്രൗക്കൻ. സോ അതിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് അത് കൊടുക്കാം. സി ബ്രൗക്ക് മെഷ് jedes Mal. ഓക്കെ, സി ബ്രൗക്കൻ മെഷ് jedes Mal. മിഷ് ആണ് അവിടെ വരുന്നത്. ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്, അതായത് ഷീ ഈസ് ഹെൽപ്പിംഗ് ദ മാൻ. ഓക്കെ, ഷീ ബൈസ് ദ ഗേൾ എ ഗിഫ്റ്റ്. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ? ഓക്കെ, ഇത് നിങ്ങൾ എഴുതിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചേ. സി Sie kauft dem Sie kaufte Mädchen. ein Geschenk das Mädchen. ഓക്കെ, എനി അതർ വേർഷൻ? Sorry, ma, ഏതായിരുന്നു? third one. She buys the girl a gift. She kaufte das Mädchen ein Geschenk. Okay. Okay, guys. ഇതിൽ നമുക്ക് ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. സോ ഞാൻ നോട്ട്, നിങ്ങൾ എല്ലാവരും നോട്ട് എഴുതുന്നവരല്ലേ? Yes. അതെ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് പറയാം. അതുപോലെ നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്തത് ചാറ്റിൽ എഴുതാം. അറ്റ് ദ എൻഡ് ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. സോ ഇപ്പൊ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്യാം. വസ് വെം റെഗൽ ഇൻ എന്ന് കൊടുക്കുക. വസ് വെം റെഗൽ ഇൻ ഡാറ്റീവ് എന്ന് കൊടുക്കുക. Or just was when regal is also fine. Regal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ ആണ് കേട്ടോ. വാട്ട് ഹും റൂൾ ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ was when regal. ഞാൻ ചാറ്റിലും ടൈപ്പ് ചെയ്യുന്നുണ്ട്. So was when regal is whenever there are two verbs without a preposition. Whenever there are two verbs without a preposition, then we must apply was when rule. Was when rule. Whenever there are two objects without a preposition, then we must apply was when rule. The object answering to the question, the object
answering to the question. Was is accusative and them is dative. Was is accusative and them is dative. Example പറഞ്ഞുതരാം, ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി ഇപ്പോ. Whenever there are two objects without a preposition, then we must apply was when regel or was when rule. The object answering to the question was is accusative and when is dative. Guys, ഇത് ഇത്ര എഴുതിയോ നിങ്ങള്? Yes, ma'am. You guys want to repeat once more? Repeat ചെയ്യണോ? Or it's fine? Clear? Clear. Okay. ഇനി നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ പറയാം. Okay, നിങ്ങൾ ഫസ്റ്റിൽ ഇംഗ്ലീഷിൽ എക്സാമ്പിൾ ചെയ്തോ. He is lending me a pen. He is lending me a pen. ഇതിൽ എത്ര ഒബ്ജക്ട്സ് ആ? Two objects. Two objects. Okay. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു വസ്വം റെഗുൽ അപ്ലൈ ചെയ്യാണ്. പ്രപ്പോസിഷൻ ഇല്ലാണ്ട് രണ്ട് ഒബ്ജക്റ്റ് വന്നാല് ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇപ്പൊ ഇതിന്റെ അടുത്ത് ഈ ഒരു സെന്റൻസിനോട് വാസ് എന്ന് ചോദിച്ചു നോക്കിയേ. വാട്ട്? ഹി ഈസ് ലെൻഡിങ് മീ എ പെൻ. എന്താണ് ഇവിടെ ലെൻഡ് ചെയ്യുന്നത്? വാട്ട്? Pen. എ പെൻ. സോ ഇവിടെ പെൻ എന്നുള്ളത് അക്യൂസാറ്റീവ് ആവോ ഡാറ്റീവ് ആവോ? വസ് എന്നുള്ളതാണ് പെൻ. വസിന് ആൻസർ അക്യൂസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ നമ്മൾ പറഞ്ഞ? Accusative. Accusative. Then when. When എന്ന് ചോദിച്ചു നോക്കിയേ. Who? Who? ആരാണ് ഇവിടെ ലെൻഡ് ചെയ്യുന്നത്? Me. യെസ്, മീ. സോ മീ എന്തായിരിക്കും? ഡാറ്റീവ് ആവോ അക്യൂസാറ്റീവ് ആവോ? Dative. Dative. വെരി വെരി ഡാറ്റീവ് ആയിരിക്കും. ഇനി ഈ ഒരു സെയിം റൂള് വെച്ചിട്ട് നിങ്ങൾ ഷീ ഈസ് ഹെൽപ്പിംഗ് സോറി ഷീ ബൈസ് ദ ഗേൾ എ ഗിഫ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയേ. ഷീ ബൈസ് ദ ഗേൾ എ ഗിഫ്റ്റ്. ഇതില് ദ ഗേളും എ ഗിഫ്റ്റും ഉണ്ട്. സോ നിങ്ങൾ വസ് ചോദിക്കുക, എന്നിട്ട് കിട്ടുന്ന ആൻസർ അക്യൂസാറ്റീവിന്റെ റൂള് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വെമ്മ ചോദിക്കുക, എന്നിട്ട് കിട്ടുന്ന ആൻസർ ഡാറ്റീവിന്റെ റൂള് വെച്ച് കൊടുക്കുക.
Yes, have you done? Yes, ma'am. Okay, let's see. Gia, please read. Yes, ma'am. Hmm. Sie kaufte dem Mädchen einen Geschenk. Is it last einem Geschenk or ein Geschenk? Okay, Einem. എന്താണോ ജി Ein- എന്താണോ എഴുതിയത് പറഞ്ഞാൽ മതി നമുക്ക് ക്ലിയർ ചെയ്യാം. Einem. Okay, fine, fine. Let's see, Liji. What about you? She kauft dem Mädchen ein Geschenk. Okay, Shiba. Sie kauft was ein Geschenk dem Mädchen. Okay. Then Kavita. Yes, ma'am. Mhm. She Okay. kauft den Mädchen Mhm. ein Geschenk. Okay, Srilatha. Okay, fine. So, ഇവിടെ നമ്മള് she buys the girl a gift. So, ഫസ്റ്റില് നമ്മൾ എന്ത് ചെയ്തു? Z എന്നുള്ള സബ്ജക്റ്റ് ആണ് കൊടുക്കുന്നത്. സോ Z then verb kauft. അതിലൊന്നും നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല, നമുക്ക് അറിയുന്ന. സോ Z kauft. ഇനി നമുക്ക് the girl a gift. അത് നമുക്ക് അതുപോലെ കൊടുക്കാം. ഓക്കെ, രണ്ട് ഒബ്ജക്റ്റാ. സോ ഫസ്റ്റില് വന്നത് ഫസ്റ്റ് കൊടുക്കുക, സെക്കൻഡിൽ വന്നത് സെക്കൻഡ് കൊടുക്കാം. സോ the girl a gift. ഇതില് ഏതാ അക്യൂസാറ്റീവ്, ഏതാണ് വാട്ടിനുള്ള ആൻസർ? A gift. Gift. A gift. ആണ്. ഓക്കെ, എ ഗിഫ്റ്റ് എന്നുള്ളത് അക്യൂസാറ്റീവാ. സോ അക്യൂസാറ്റീവില് ഗിഫ്റ്റിന്റെ ആർട്ടിക്കിൾ എന്താ? Ein. ഓക്കെ, ഗിഫ്റ്റിന് നമ്മൾ നോർമലി ഏത് ജെൻഡറാ ഗിഫ്റ്റ്? നിങ്ങൾ പഠിച്ചതനുസരിച്ച് ദ ഗിഫ്റ്റ് എന്നുള്ളത് ഒരു ആർട്ടിക്കിൾ ചേഞ്ചും ഇല്ലാണ്ട് നിങ്ങൾ എങ്ങനെ പറയും? Das Geschenk. യെസ്, ദസ് ഗഷൻ. അപ്പോ ഇത് അക്യൂസാറ്റീവില് വരുന്ന ടൈമില് ന്യൂട്രലിന്, അതായത് ദസിന് ചേഞ്ച് വരുമോ? ഇല്ല. ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്താ കൊടുക്കണ്ടേ? Ein Geschenk. യെസ്, ഐൻ ഗഷങ്ക് മതി നമുക്ക് ഇവിടെ. അക്യൂസാറ്റീവ് ആണ്, സോ ഐന് മതി. ഇവിടെ ഒരു ചേഞ്ചും വേണ്ട. സോ നമുക്കറിയാം ഇവിടെ മെസ്കുലിൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ ചേഞ്ച് കൊടുക്കുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ വെമ്മിനുള്ള ആൻസർ ഏതാ കിട്ടുന്നത്? The merchant. The merchant. മേഡ്സൺ, ദ ഗേൾ. സോ ദ ഗേൾ എന്നുള്ളത് ഏതാ ജെൻഡർ? ദ ഗേൾ. മേഡ്സൺ. Thus. Neuter. ഓക്കെ, Neuter. സോ ഡാറ്റീവ് ആണ് ഇതെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ വെമ്മാണ് ചോദിച്ചത്. വെമ്മ് ഡാറ്റീവും വേഴ്സ് അക്യൂസാറ്റീവും ആണ്. സോ ദ ഗേൾ എന്നുള്ളത് ഡാറ്റീവ് ആണ്. സോ ഡാറ്റീവില് ഈ ഒരു ആർട്ടിക്കിൾ ചേഞ്ച് വരുമ്പോ എങ്ങനെയാ നിങ്ങൾ മേഡ്സൺ കൊടുക്കുക? The merchant. Perfect. The So merchant. the sentence is Merchant. they kauft dem Mädchen ein Ein Geschenk. 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 Perfect. Kauft dem Mädchen ein Geschenk. Okay. Okay. ഇനി നമ്മൾ രണ്ട് ഒബ്ജക്ട്സിൽ വിട്ടുപോയിട്ടുള്ളതായിരുന്നു മരിയ ബൈസ് ദ സൺ എ പെൻ. മരിയ ബൈസ് ദ സൺ എ പെൻ. ഇത് നമ്മുടെ വസ്വം റഗിൽ വെച്ച് ഒന്നുകൂടെ ചെയ്തു നോക്കിയേ. വസ് ചോദിക്കുക, അത് അക്യൂസാറ്റീവില് ചെയ്യുക. വെമ്മ് ചോദിക്കുക, അത് ഡാറ്റീവില് ചെയ്യുക.
Guys, have you done? Yes, ma'am. Okay. So എങ്ങനെയാ വരുന്നേ? Okay. Let me call your names. Yes, Sheba. Maria kauft einen Kuli. Wem son. Okay, ഷീബ കറക്റ്റ് ആണ്. പക്ഷെ ഇതിന് മരിയ കൗഫ്റ്റ് എന്ന് കഴിഞ്ഞ് എങ്ങനെയാണോ ഒബ്ജക്ട്സ് വരുന്നത് അതുപോലെ ഒന്ന് സെന്റൻസിൽ യൂസ് ചെയ്തേ. നമുക്ക് ഇവിടെ വരുന്നത് മരിയ ബൈസ് ദ സൺ എ പെൻ ആണ്. സോ മരിയ ബൈസ് കഴിഞ്ഞ് ദ സൺ ദെൻ എ പെൻ, ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കേ. Maria kauft wem son. No, was son einen Kuli. No, not was. We don't need to add Bam, was. bam. Then ഡെം മതി കേട്ടോ. വസ് എന്നുള്ളത് Dem. നമുക്ക് ജസ്റ്റ് ചോദിക്കാൻ വേണ്ടിയിട്ടാ. വാട്ട് എന്നുള്ളത് dem. അണ്ണൻ പുലി, അതുപോലെ വെം എന്നുള്ളത് ഡെം സോൺ. ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് നമുക്ക് സെന്റൻസിൽ കൊടുക്കണ്ട. ഓക്കെ. Okay. സോ മരിയ കൗഫ് ഡെം സോൺ ഐനൻ Dem son Kuli. einen Kuli. മരിയ കൗഫ് ഡെം സോൺ ഐനൻ കുലി. വൈ ഐനൻ കുലി ഹിയർ? എന്തുകൊണ്ടാ ഐനൻ കുലി വന്ന്? Accusative masculine. Accusative masculine ആയതുകൊണ്ട്. Nine. Masculine ആയതുകൊണ്ട്. Exactly. Accusative masculine ആണ്. And what about the sun? The sun എങ്ങനെയാ വരുന്നേ? Der son ആയിരുന്നു. Yeah, dative അത് masculine. dative വന്നപ്പം masculine വന്നപ്പം dem ആയി. Yes, very good. So the sentence is Maria kauft dem Sohn einen Kuli. Kuli. Yes. Okay, and then fourth one അല്ലേ ഇനി നമുക്ക് ബാക്കി വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? Yes. Okay. So I should congratulate the women for the promotion. എങ്ങനെ വരും? Solder Frau für die Beförderung gratulieren. Okay, please repeat. Ich sollte. Solder Frau für die Beförderung gratulieren. Okay. Then what about others? Die Frau soll für die Beförderung gratulieren. Okay. Any other version? ich solle der Frau für den Beförderung gratulieren. Okay. So ഫ്രൗയുടെ ആർട്ടിക്കിൾ എന്താ എവിടെ നിങ്ങൾക്ക് കിട്ടിയേ? Die Die Frau. Die Frau. Der Frau. Is it D or der? Der Frau. Okay guys, ഇവിടെ ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഫോർ എന്നുള്ളത് സുർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതൊരു പ്രപ്പോസിഷൻ ആയിട്ട് ഇവിടെ വരില്ല. സുർ ഫോർ ദ പ്രൊമോഷൻ എന്നുള്ളത് നമ്മൾ സുർ ബെർഫോർഡറും എന്നാണ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫോർ ദ പ്രൊമോഷൻ എന്ന് കൊടുത്തിട്ട് സുർ ബെർഫോർഡറും എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. സുർ ബെർഫോർഡറും എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. ഇനി ഇത് നമ്മുടെ വെസ്റ്റ് വെംബ്രഗിൽ വെച്ചൊന്ന് ചെയ്തു നോക്കിയേ. വാട്ട് എന്ന് ചോദിക്കുക, ഹു എന്ന് ചോദിക്കുക. ആരെയാ കൺഗ്രാറ്റുലേറ്റ് ചെയ്തത്? എന്താ ചെയ്തത്? സുർ ബെർഫോർഡറും കൊടുക്കുക കേട്ടോ. ഫോർ ദ പ്രൊമോഷൻ ജസ്റ്റ് സുർ ബെർഫോർഡർ. Ich solle der Frau zur Beförderung gratulieren. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെന്റൻസ്. ഇങ്ങനെയുള്ള സെന്റൻസസ് ഇത്രയും ബുദ്ധിമുട്ടുകൾ വരുന്ന കൺഗ്രാറ്റുലേറ്റ് ദ വിമൻ ഫോർ ദ പ്രൊമോഷൻ, ഇതൊന്നും നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി വരില്ല കേട്ടോ. ഇത്രയും സെന്റൻസസ്, ഈ സെന്റൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് വസ്വം റഗലും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വസ്വം റഗല് ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ പഠിക്കുക. ഗൈസ് നിങ്ങൾക്ക് അത് PDF ആക്കിയിട്ട് ഷെയർ ചെയ്യണോ?
ഓക്കെ, Yes, നിങ്ങൾ ma'am. ഒരു 7-ന് ശേഷം, ഈവനിങ് ഒരു 7-ന് ശേഷം ആർക്കെങ്കിലും ഓർമ്മ വരികയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ ഒരു റിമൈൻഡർ കൊടുക്കുക കേട്ടോ. ഞാൻ വിത്തിൻ 1 hour ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ ഓക്കെ. ആൻഡ് ഇപ്പോഴും സ്റ്റിൽ ഇതില് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് ഇനിയും നെക്സ്റ്റ് ക്ലാസ്സിലും ഇതുപോലെ സെന്റൻസസ് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടോ? ഓർ നമ്മള് മറ്റുള്ള ടോപ്പിക്സിലേക്ക് പോകുന്നതായിരിക്കുമോ പറ്റും? What about your suggestions? മാം എനിക്ക് കറക്റ്റ് ആവുന്നില്ല മാം. ഓക്കെ ഫൈൻ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലും ഇതുപോലെ കുറച്ച് സെന്റൻസസ് നമുക്ക് ഫസ്റ്റിൽ കുറച്ച് എക്സാം റിലേറ്റഡ് ആയിട്ടും കുറച്ച് ആക്ടിവിറ്റീസും പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഒരു 15 minutes നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതുപോലെയുള്ള നിങ്ങൾക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസിലൊന്നും ഇത്ര ബുദ്ധിമുട്ട്, ഇത് മാത്രമല്ല ബുദ്ധിമുട്ട് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? Yes, ma'am. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലെ ഒരു 5 to 10 സെന്റൻസസ് ചെയ്യാം. ഇങ്ങനെ ഒരു 3 times 4 times ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഓക്കെ ആവുന്നുണ്ടാവും. ഇപ്പൊ ഇന്ന് തന്നെ ഒരുപാട് പേര് വളരെ കറക്റ്റ് ആയിട്ട് ചെയ്തവരുണ്ട്. സോ നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ കറക്റ്റ് ആവും കേട്ടോ. നോ ഇഷ്യൂസ്. ഓക്കെ ഗൈസ്, ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, സോ ജസ്റ്റ് നോട്ട്സിനെ കുറിച്ച് ഒന്ന് റിമൈൻഡ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. യാ, ഹ്യൂസ് Thank you. Principal. Thank you. Yeah.